ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ ആ ഒരു ശനിയും ഞായറും ആണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും തിങ്കളാഴ്ചയാണ്. അപ്പോൾ ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുമായിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ ടെസ്റ്റ് പേപ്പർ ഇന്നാണെങ്കിൽ ഹിന്ദി ആയിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ നല്ല തണുത്ത വെള്ളമായിരുന്നു ടാങ്കിൽ. അടുത്ത് പിന്നെ ഇന്ന് സ്കൂളിൽ പോവേണ്ട ദിവസം ആയതുകൊണ്ട് തന്നെ യൂണിഫോമിൻ്റെ കാര്യമായിട്ട് നമുക്ക് പോവാം. എന്നിട്ട് പിന്നെ നമ്മുടെ യൂണിഫോമൊക്കെ നല്ലപോലെ അയൺ ചെയ്ത് ബെഡിൻ്റെ പുറത്തിട്ടിരിക്കുമായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തിട്ടു. ഇനി അടുത്ത മുഖത്തിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോട്ട് നമ്മൾ അവസാനമാണ് ഇടുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ മുഖത്ത് ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഇടത്തില്ല, പൗഡർ മാത്രം തന്നെയാണ് കേട്ടോ. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു ഇടാനായിട്ട്. പിന്നെ അടുത്ത് കുറച്ച് പൗഡറും മുഖത്തിട്ടു. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പോവുകയാണ്, നിങ്ങൾ അത് കടയിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇടാവൂ. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് കുറേ ദിവസമായിട്ട് ഭയങ്കര പനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ സ്കൂളിലൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ കണ്ണെഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ എന്നും ഞാൻ ഐലൈനറൊന്നും വരയ്ക്കില്ല കേട്ടോ. ഇപ്പോൾ ഡാർക്ക് സർക്കിൾസൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതുപോലെ ഐലൈനർ വരച്ച് കൊടുക്കും. അപ്പോൾ കരിയാണ് നമ്മൾ കണ്ണിൻ്റെ താഴെ ഇടുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ താഴെ വീണ്ടും കറുപ്പ് ഇത്തിരി കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഐലൈനർ വെച്ചാണ് താഴെയും വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കണ്ണ് വരച്ചിട്ടുണ്ട്, മറ്റേ കണ്ണ് വരച്ചിട്ടില്ല. അപ്പോൾ മറ്റേ കണ്ണും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കും. ഇപ്പോൾ നമ്മൾ ഐലൈനർ വരച്ചു. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത്തിരി സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്, ഇത്തിരി കൂടെ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് വലിയ പൊട്ടിനെക്കാട്ടിയും ഏറ്റവും കുഞ്ഞു പൊട്ടാണ് കേട്ടോ എനിക്ക് വയ്ക്കാനായിട്ട് ഇഷ്ടം. എനിക്കതാണ് മുഖത്തിന് ചേരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു പൊട്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഇളവുന്നില്ല, അത് ഇങ്ങനെ മടങ്ങിയിരിക്കുമെന്നാണ്. അപ്പോൾ ഞാൻ കുറേ പരിശ്രമിച്ചിട്ടാണെങ്കിൽ പൊട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെ മുഖത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് തലമുടിയുടെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മളുടെ മുടീൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ മോഡൽ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ. അത് വെച്ചിട്ടാണ് അമ്മയുടെ തലമുടി കെട്ടാനായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നെ തലമുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മുഖത്ത് ഒരു സാധനം കൂടെ വയ്ക്കണം, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വേറൊന്നുമല്ല, കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ പഠിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ കണ്ണാടിയും വെച്ചു. നമ്മൾ പിന്നെ കോട്ട് ഇടാൻ മറന്നു പോകും എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോട്ടും എടുത്തിട്ടു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും നല്ല ചൂട് സാമ്പാറും ആയിരുന്നേ. അങ്ങനെ പിന്നെ സാമ്പാർ ഇഡലീൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കി. രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് വന്നു. അതിന് ശേഷമാണെങ്കിൽ നമുക്കാണെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം സ്കൂളിലോട്ട് കാപ്പി. അപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. ഇനി അടുത്ത് നമുക്ക് സോക്സ് ഇടാം. സോക്സും ഷൂവും നമ്മളുടെ സ്കൂളിൽ മുമ്പില്ലായിരുന്നു, ഇപ്പോഴായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഷൂവും സോക്സും ഇട്ടപ്പോഴാണ് ഓർത്തത് കാപ്പിയുടെ കൂടെ ചായ കുടിച്ചില്ല എന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്ത് കുറച്ച് ചായയും കുടിച്ചു. ഇന്ന് ആണെങ്കിൽ ട്യൂഷന് പോകണ്ട കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ട്യൂഷനിലെ ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്നെടുത്ത് മാറ്റി. തൊപ്പിയും കുടയൊക്കെ എടുത്താ? കുട എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു ഓടി. രാവിലെ തന്നെ മോർണിംഗ് വാക്ക് ഉണ്ടായിരുന്നു, മോർണിംഗ് റണ്ണിങ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അച്ഛനാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.